വെൽക്കം ടു ഡേ 2. അപ്പം ഇന്ന് നമ്മൾ ബാട്ടു കേവ്സും ജെൻറ്റിങ് ഐലൻഡ്സും ഒക്കെയാണ് പോകുന്നത്. ബാട്ടു കേവ്സിൽ ചിലപ്പോൾ സ്ലീവ്ലെസ് ഇടാൻ പറ്റില്ല പറഞ്ഞു. അപ്പം ഞാൻ ഇന്നലെ ഇട്ട ഷർട്ട് എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇൻ കേസ് സമ്മതിച്ചില്ലെങ്കിൽ ഷർട്ടിൻ്റെ മേലെ ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ നിന്ന് തന്നെ കഴിച്ചു. എന്താ വെച്ചാൽ ബ്രെഡ്, ടോസ്റ്റ്, കപ്പ എല്ലാം കഴിച്ചു. അപ്പം നമ്മൾ ഇറങ്ങാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ വിട്ടു ബാട്ടു കേവ്സിലേക്ക്. അങ്ങനെ ഞങ്ങൾ ബാട്ടു കേവ്സ് കയറാൻ തുടങ്ങി. 272 സ്റ്റെപ്സ് ഉണ്ട്. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കേവ് അടിപൊളിയാണ് കാണാൻ. ഇവിടം വരെ വന്നിട്ട് കാണാണ്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കയറാൻ തുടങ്ങി. അമ്മയ്ക്ക് ഭയങ്കര ആസ്മേൻ്റെ പ്രശ്നമുണ്ട്. ഹെറിഡിറ്ററി ആയിട്ട് ആ പ്രശ്നം എനിക്ക് തന്നിട്ടുണ്ട്. ചേച്ചിക്കും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്കൊക്കെ ആ പ്രശ്നമുണ്ട്. പക്ഷേ അയ്യോ ഞങ്ങൾ കയറിയിരിക്കും അല്ലേ. അച്ഛനെത്തി. അച്ഛനതാ അവിടെ ഇരിക്കുന്നത് അച്ഛൻ. അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നു. കയറാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ഓവറാക്കി നിസ്സാരം എന്നൊക്കെ പറഞ്ഞ് കയറാൻ തുടങ്ങിയെങ്കിലും പകുതി എത്തിയപ്പോഴത്തേക്ക് എനിക്ക് മടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തെടുത്ത് കയറി. ഇത് കയറിയ ഉടനെ നമ്മൾ ഫസ്റ്റ് കാണുന്ന ടെമ്പിളാണ്. ഇത് കഴിഞ്ഞ് പിന്നെ ഒരു 60 സ്റ്റെപ്സ് കഴിഞ്ഞിട്ടാണ് അടുത്ത ടെമ്പിൾ. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ തൊഴുത് മേലത്തെ ടെമ്പിളിലേക്ക് കയറി. ഇത് കേവ്സിൻ്റെ ഏറ്റവും മേലെയാണ്. റെയിൻബോ കാണുന്നുണ്ട്. എനിക്ക് ഏറ്റവും മേലെത്തി ഈ വ്യൂ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, കയറുന്നില്ല എന്ന് വിചാരിച്ച് താഴെ തന്നെ നിന്നിരുന്നെങ്കിൽ ഇത്രയും നല്ല ഭംഗിയുള്ള വ്യൂ മിസ്സാവുമായിരുന്നല്ലോ എന്ന്. എൻ്റെ വീഡിയോസ് കാണുന്ന പലരും ചോദിക്കുന്നതാണ് അച്ഛൻ എന്താ അത്ര സീരിയസ്. അച്ഛൻ സീരിയസ് ആണോ? കുറേ പേര് ചോദിച്ചു സീരിയസ് ആണോ. സോ ആ ചോദ്യം ചോദിച്ച എല്ലാവർക്കും അച്ഛൻ സീരിയസ് ഒന്നുമല്ല, അച്ഛൻ വീഡിയോസിൽ അത്ര വരാറില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഇറങ്ങാൻ തുടങ്ങി. അമ്മയ്ക്ക് കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ട് ഇറങ്ങാനത്ര. ഇതൊരു സ്റ്റെപ്പൊക്കെ നനച്ചിട്ട് അപ്പോൾ വഴുക്കുന്നുണ്ട് ചെറുതായിട്ട്. അതാണ് പ്രശ്നം. അവിടുന്ന് ഇറങ്ങുമ്പോഴും ഫുൾ മലേഷ്യയുടെ വ്യൂ കാണായിരുന്നു. ഈ സ്റ്റാച്യൂയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് 160 ഫീറ്റാണ് ഈ സ്റ്റാച്യു. അതുപോലെ ആ സ്റ്റെപ്സ്, കയറുന്ന സ്റ്റെപ്സ് 16 സ്റ്റെപ്പ് ഒരു കളറാണ്. അത് കഴിഞ്ഞൊരു സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 16 സ്റ്റെപ്പ് വേറെ കളർ. അങ്ങനെയാണ് ഈ സ്റ്റെപ്സിൻ്റെ പ്രത്യേകത. ഞങ്ങൾ എന്നിട്ട് ഒരു ഓറിയോൻ്റെ ഐസ്ക്രീമും മിലോൻ്റെ ഐസ്ക്രീമൊക്കെ വാങ്ങി ക്ഷീണം തീർക്കും. കാപ്പീൻ്റെ ടേസ്റ്റ് ഇത്ര മിലോൻ്റെ ഐസ്ക്രീമിന്. അത് ചിലപ്പോൾ കോഫി ഫ്ലേവേർഡ് ആയിരിക്കും. അമ്മ ശ്രദ്ധിക്കാണ്ട് വാങ്ങിയ അല്ല, അങ്ങനെ നേടിക്കാം. ഒരു ഐസ്ക്രീം കഴിച്ചോ. അങ്ങനെ ഞങ്ങൾ ബാട്ടു കേവ്സിൽ നിന്ന് ഇറങ്ങുവാണ്. എൻ്റെ ഫോൺ എനിക്ക് പണി തന്നു. സ്റ്റോറേജ് ഫുൾ എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ സോനിയർ കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ കുറേ ഡിലീറ്റൊക്കെ ആക്കി. കുറച്ച് സ്റ്റോറേജ് വന്നിട്ടുണ്ടാവും വിചാരിക്കണേ. ഇനി ജെൻറ്റിങ് ഐലൻഡിലേക്ക് പോകാം. അതിന് മുന്നേ ചിലപ്പം മറ്റേ എന്താ പറയുക ഫുഡ് കഴിക്കാറുമായിരിക്കും, ലഞ്ച്. അങ്ങനെ ഞങ്ങൾ ലഞ്ചും കഴിച്ച് നേരെ ജെൻറ്റിങ് ഐലൻഡിലേക്ക് വിട്ടു. ആ ഏറ്റവും മേലെ കാണുന്നില്ലേ, അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ജെൻറ്റിങ് ഐലൻഡിലെത്തി. ജെൻറ്റിങ് ഐലൻഡ് ബേസിക്കലി ഒരു മാള്, ഗ്യാംബ്ലിങ്, തീം പാർക്ക്, ഗെയിംസ് ഇത്രേ ഇവിടെ ഉള്ളൂ. പക്ഷേ ഇവിടെ ഹൈലൈറ്റും ഇവിടെ എല്ലാവരും കാണാൻ വരുന്നത് എന്തിനാ വെച്ചാൽ കേബിൾ കാർ എക്സ്പീരിയൻസിന് വേണ്ടിയാണ്. കേബിൾ കാർ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയാണ് അത്ര. അപ്പം ഞങ്ങളിപ്പം കേബിൾ കാർ കയറാൻ പോവുകയാണ്. കേബിൾ കാറിൽ നിന്ന് ഇങ്ങനെ ഫുൾ ഫോറസ്റ്റ് പോലെയൊക്കെ കാണാം. അതാണ് ഇവിടുത്തെ മെയിൻലി ഉള്ള അട്രാക്ഷൻ. ബാക്കി മാള് ഫുൾ ബ്രാൻഡഡ്, ഹൈ എക്സ്പെൻസീവ് ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രം കിട്ടുന്നൊരു മാളാണിത്. പിന്നെ ഗാംബ്ലിങ്ങിന് മെയിൻലി ചൈനീസ് പീപ്പിൾ അത്ര വരിക. ചൈനീസ് പീപ്പിൾ ഇഷ്ടം പോലെ വന്ന് ഗ്യാമ്പിൾ ചെയ്ത് അടിച്ച് പൊളിച്ച് നടക്കും എന്നാണ് പറഞ്ഞത്. നമ്മൾ കേബിൾ കാറിലോട്ട് പോവാണ്. അങ്ങനെ കേബിൾ കാറിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. സത്യം പറഞ്ഞാൽ കേബിൾ കാർ എക്സ്പീരിയൻസ് ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. ഏറ്റവും രസം ഏറ്റവും ഹൈറ്റിലെത്തിയപ്പായിരുന്നു. കാരണം അവിടെ നിന്ന് ഇങ്ങനെ ഫുൾ മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന പോലെയായിരുന്നു കാണാൻ. ആ ഒരു വ്യൂ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. കേബിൾ കാർ കയറുമ്പോൾ അമ്മയ്ക്കും എന്താ ഞങ്ങളുടെ കൂടെ ആൻറ്റിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. എന്തിനാ അമ്മ ടെൻഷൻ?
ഞങ്ങൾ ഏറ്റവും ഹൈറ്റിലാണ്, ഏറ്റവും മേലെ എത്തിയപ്പോ മഞ്ഞ് ഫുള്ള്, മഞ്ഞല്ല സംഭവം ക്ലൗഡ് മൂടിയ പോലെ മൊത്തം സ്കൈ എത്തിയ പോലെ തോന്നും. ഇവിടെ പേടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഒരാള്. ഈ ധൈര്യമൊക്കെ വെറുതെ ആണ്, സത്യം പറഞ്ഞാൽ ധൈര്യമൊന്നും ഇല്ല അല്ലേ, വലുതാക്കിയില്ലേ. ഇതാണ് ജെൻറ്റിങ് ഹൈലൻഡ്. ഇവിടെ വാട്ടർ തീം പാർക്കാണ്. കെട്ട് കാശ് അങ്ങോട്ട് എറിഞ്ഞാലേ കിട്ടുള്ളൂ. ഉണ്ടോ അങ്ങോട്ട് എറിയാൻ റിങ്കറ്റ് ഉണ്ടോ? അങ്ങനെയാണ് ഇവിടെ ഫുൾ. ഇവിടെ ഫുഡ് കോർട്ടാണ്. പിന്നെ ഇപ്പം ഞാൻ തീം പാർക്ക് ഉണ്ട്, മൊത്തം നല്ല രസമുണ്ട് കാണാൻ. ഞാൻ കാണിച്ചു തരാം. സ്പെഷ്യൽ മ്യൂസിയം. നമ്മൾ കേബിൾ കാറിൽ വരുമ്പോൾ ആ തീം പാർക്കിന്റെ വ്യൂ ഉണ്ടായിരുന്നു. ഇത് നോക്ക്, ഇത് നോക്ക്, ഇത് നോക്ക്, മീനിനെ എങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ. ഞങ്ങൾ കേബിൾ കാറിൽ വരുമ്പോൾ തീം പാർക്കിൻ്റെ വ്യൂ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ തീം പാർക്കാണ് ഈ തീം പാർക്ക്. ഇവിടെ ഇരിക്കാൻ കല്ലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സ്റ്റോൺസ് ടു സിറ്റ്, പെബിൾസ്. പക്ഷെ ഇവരുടെ റോഡ്, പിന്നെ ഇവരുടെ ബിൽഡിങ്സ്, ഇതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഓരോ ഇതുപോലത്തെ സിമ്പിൾ ഗെറ്റ് ഭയങ്കര എലഗൻറ്റ് സാധനങ്ങളാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഗാംബ്ലിങ് കാണാനുള്ള ത്രില്ലിലാണ്. ഗാംബ്ലിങ് കാണാൻ കേട്ടോ. ഇതൊക്കെ പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആൾ എന്നോട് പറഞ്ഞു എന്നെ അങ്ങോട്ട് കയറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താന്ന്. അപ്പോൾ അണ്ടർ ഏജ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ എം 23. അപ്പോൾ അയാൾ ഓ ഗാഡ് ഡു യു ഹാവ് പാസ്പോർട്ട്, യു ഷുഡ് ഷോ ഇറ്റ് ടു ദെം, ദെൻ ഓൺലി യു ക്യാൻ ഗെറ്റ് ഇൻസൈഡ്, ദേ വിൽ തിങ്ക് യു ആർ ഓൺലി 12 or 13. അപമാനിച്ച് കളഞ്ഞു. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് അത്ര വയസ്സല്ലേ തോന്നുള്ളൂ. യങ്സായി കണ്ടില്ലേ, കണ്ട ഏജ് വന്നാത്തോണ്ട് കുഴപ്പമില്ല. ഇതാണ് തീം പാർക്ക്. സത്യം പറഞ്ഞാൽ ഇവിടെ പിള്ളേരെയും കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ, കാരണം ഫുൾ സ്ലോ സാധനങ്ങളാണ്. മറ്റേ ഇങ്ങനെ കറങ്ങുന്ന ഇങ്ങനെ പോകുന്ന സാധനങ്ങളൊന്നുമില്ല, മൊത്തം സ്ലോ ആയിട്ട് പോകുന്നതൊക്കെ ഉള്ളൂ. വേറെ എന്തോ ഒന്ന് ഫുള്ളായിട്ട് കറങ്ങുന്നുണ്ട് പറഞ്ഞു, നോക്കാൻ പോവാം. അതുണ്ടെങ്കിൽ കയറായിരുന്നു. അങ്ങനെ ആ തീം പാർക്കിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയ റൈഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ കാസിനോയിൽ ഗാംബ്ലിങ് കാണാൻ പോയി. കാസിനോൻ്റെ അകത്ത് ഫുള്ള് ഗാർഡ്സ് ആയിരുന്നു. അവർ വീഡിയോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കുന്നത് കണ്ട് അവർ ഫോൺ വാങ്ങി വെക്കും, പിന്നെ 2 months തരില്ല പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ പോയില്ല. ഫോണില്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആയതുകൊണ്ട് വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് വെച്ച് ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ചു. അതുകൊണ്ട് വീഡിയോസ് ഒന്നുമില്ല കാസിനോയിലെ. ഇതാണ് സ്കൈ കാസിനോ. ഞങ്ങൾ ഉള്ളിൽ കയറി ഇറങ്ങി, ഗാംബ്ലിങ് കണ്ടു. എങ്ങനെയുണ്ടമ്മ? ഒന്നും മനസ്സിലായിട്ടില്ല സത്യമല്ലോ. ഇവിടെ ഓരോരുത്തർ വന്നിട്ട് 25-100 റിങ്കറ്റിൻ്റെ 25 നോട്ടൊക്കെയാണ് വെക്കുന്നത്. ഞാൻ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ 25 നോട്ട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 50,000 റുപ്പീസിൻ്റെ അടുത്ത്. ആൾക്കാരിങ്ങനെ എറിയ പൈസ കണ്ടിട്ട് തന്നെ എന്താ പീപ്പിളാണ് ഇവിടെ മൊത്തം. ചൈനക്കാരല്ലേ അധികം. കൂടുതലും ചൈനക്കാരാണ്. ഇതിപ്പോൾ എന്താ സംഭവം വെച്ചാൽ അച്ഛൻ വേഗം എസ്കുലേറ്ററിൽ മേലെ കയറി പോയിട്ട് ഞങ്ങൾ എസ്കുലേറ്ററിൽ കയറി വരുന്ന വീഡിയോ എടുക്കുകയാണ്. കാരണം ആ വീഡിയോ കാണാൻ നല്ല രസം ഉണ്ടാവുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതാണിത്. അങ്ങനെ വന്ന കേബിൾ കാറിൽ തന്നെ തിരിച്ചിറങ്ങി ജെൻറ്റിൻ ഹൈലൻഡ്സിനോട് ബായ് പറഞ്ഞ് ഞങ്ങൾ കോലാലംപൂർ സിറ്റിയിൽ ട്വിൻ ടവർ ലൈറ്റ് ഇട്ടത് കാണാൻ. നമ്മൾ ഇന്നലെ ട്വിൻ ടവർ കണ്ടെങ്കിലും ഇന്ന് നമ്മൾ ലൈറ്റിൽ കാണാൻ വന്നതാണ്. ലൈറ്റ് ഇട്ടിട്ട് ഇറ്റ്സ് ടു ബ്യൂട്ടിഫുൾ. അത് കഴിഞ്ഞ് നമ്മളൊരു പ്രോപ്പർ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ ചൈനീസ് ഫുഡ് കഴിക്കാൻ പോയി. അതാണ് ഞങ്ങൾ ആ ദിവസം ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. അയ്യോ സത്യം പറയാലോ, എനിക്ക് നൂഡിൽസ് ഇഷ്ടമായി, കറി നൂഡിൽസ്, ബാക്കി ഒരു സാധനം എനിക്ക് ഇഷ്ടമായില്ല. അങ്ങനെ ഞങ്ങൾ ചൈനീസ് ഫുഡൊക്കെ ട്രൈ ചെയ്ത് കുഴപ്പമില്ല. പക്ഷേ വലിയ ഇഷ്ടമായെന്ന് വെച്ചാൽ വലിയ ഇഷ്ടമായി. പക്ഷേ നൂഡിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കറി നൂഡിൽസാണ് ഞാൻ എടുത്തത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ കറി ഈസ് ടു ടേസ്റ്റി. അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി റൂമിലോട്ട് പോവാണ്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. ബാക്കി നാളത്തെ ദിവസം വേറെ വ്ളോഗിൽ ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്.